ഹലോ ട്രെയിനേഴ്സ്, നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും ഒരു ലെസൺ പഠിക്കാനുള്ളത് ഫോൾട്ട് ഫൈൻഡിങ് പ്രൊസീജിയർ ഓഫ് ഓഡിയോ ആംപ്ലിഫയർ എന്നുള്ള ഒരു ലെസണാണ് പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിലെ ചെറിയ കുട്ടികൾ, അതായത് ഇലക്ട്രോണിക്സിന് താല്പര്യമുള്ള കുട്ടികൾ, നമ്മുടെ IT-യിലെ ട്രെയിനീസുകൾ, പോളിടെക്നിക്കിലൊക്കെ പഠിക്കുന്ന ട്രെയിനീസുകളൊക്കെ ഇരുന്ന് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് പലപ്പോഴും തോന്നും വീട്ടിലെ ഏതെങ്കിലും ഉപകരണങ്ങൾ ഫെയിലറായി കിടക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഒരു ഫെയിലായി കിടക്കുന്ന ഒരു ആംപ്ലിഫയറോ അല്ലെങ്കിൽ ഒരു റേഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ അത് സർവീസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ടെക്നിക്കൽ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ചെയ്യാം. നോർമലി സാധാരണ ഇതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിന് പല മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്രൊസീജിയർ പറഞ്ഞുതരാൻ പോവാണ്. അതായത് ഓഡിയോ ആംപ്ലിഫയർ ഏതൊരു TV ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, അവയ്ക്കൊക്കെ എന്തുണ്ടാവും, ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. അതാണ് സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓഡിയോ ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു പ്രീ ആംപ്ലിഫയർ, ഡ്രൈവർ സ്റ്റേജ്, പവർ ഔട്ട്പുട്ട് സ്റ്റേജ്, ലൗഡ് സ്പീക്കർ. അപ്പോൾ പ്രീ ആംപ്ലിഫയറിന് മുമ്പിൽ ഒരു മൈക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറി? ഒരു PA ആംപ്ലിഫയറായി മാറി. അതായത് നമ്മൾ സൗണ്ട് ഒക്കെ ആംപ്ലിഫൈ ചെയ്യുന്ന പബ്ലിക് അഡ്രസ് സിസ്റ്റമായി മാറി. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റം മൈക്ക് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു വോളിയം കൺട്രോൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറുന്നു? ഒരു റേഡിയോയുടെ ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജായി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് വന്നു? പ്രീ ആംപ്ലിഫയർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ സ്റ്റേജ്, സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു ട്രാൻസിസ്റ്റർ BC548 ട്രാൻസിസ്റ്റർ അല്ലേ? BC548ൻ്റെ കളക്ടറിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കുന്നു? അതിൻ്റെ കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിച്ച് അടുത്ത ട്രാൻസിസ്റ്റർ ആയിട്ടുള്ള ഒരു BC148 ട്രാൻസിസ്റ്റർ ഇങ്ങനെ കൊടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യാൻ കപ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കപ്പിൾ ചെയ്ത് ആ രണ്ടാമത്തെ സ്റ്റേജിന് എന്താ പേര് പറയുന്നത്? ഡ്രൈവർ സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുക. എന്താണ്? അപ്പോൾ ആദ്യത്തെ പ്രീ ആംപ്ലിഫയർ, പ്രീ ആംബ് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുള്ളവ തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഡ്രൈവർ സ്റ്റേജ് കേട്ടിട്ടുണ്ടല്ലോ, ഡ്രൈവർ സ്റ്റേജ്. ഇനി ഔട്ട്പുട്ട് സ്റ്റേജ്. ഓക്കെ, ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിനി പറയാനുള്ളത് പ്രീ ആംപ്ലിഫയർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. രണ്ടാമത്തതും ഒരു ക്ലാസ് A ടൈപ്പ് ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ തന്നെയാണ്. ഇതും തമ്മിൽ RC കപ്ലിംഗ് മുഖാന്തരം കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഡ്രൈവർ സ്റ്റേജിൽ നോർമലി എന്തുണ്ടായിരിക്കും? ആ ഒരു ട്രാൻസിസ്റ്റർ ചിലപ്പോൾ ട്രാൻസ്ഫോമർ കപ്പിൾ ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് ചെയ്യുന്ന ആംപ്ലിഫയർ സ്റ്റേജുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ അതിനെ ഈ ഔട്ട്പുട്ട് സ്റ്റേജ് ഏത് ടൈപ്പ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഈ ഡ്രൈവർ സ്റ്റേജ്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ ചേർന്നു? പ്രീ ആംപ്ലിഫയർ, ഡ്രൈവർ സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജ് അപ്പോൾ ഏതൊക്കെയുണ്ട്? നോർമലി ഏത് രൂപത്തിലാണ് കൊടുക്കുന്നത്? പുഷ് പുൾ അറേഞ്ച്മെൻ്റ് ആണ്. കേട്ടിട്ടുണ്ടാവുമല്ലോ, പുഷ് പുൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? രണ്ട് ട്രാൻസിസ്റ്റേഴ്സിന് ചിലപ്പോൾ ഇൻപുട്ട് ട്രാൻസ്ഫോമറും ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറും ഉപയോഗിച്ച് പുഷ് പുൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന പ്രാക്ടിക്കൽ സർക്യൂട്ട് ഉണ്ട്. ഒരു ഡ്രൈവർ സ്റ്റേജിൽ ഒരു ഡ്രൈവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമർ മാത്രം ഉപയോഗിച്ചിട്ട് അതിനെ കപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ പവറെ ഇൻക്രീസ് ചെയ്തിട്ട് അതിനെ ഡ്രൈവ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രൈവർ സ്റ്റേജ് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ട്. കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ്. കാരണം എന്താ? നമുക്ക് ബൾക്കിനെസ് എല്ലാം ഒഴിവാക്കാൻ പറ്റും. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒബ്സലീറ്റ് ആണ്. അതുകൊണ്ട് ട്രാൻസ്ഫോമർ ലെസ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് നോർമലി ഇപ്പോൾ എല്ലാ റേഡിയോയിലും ഇതുപോലെയുള്ള സർക്യൂട്ടുകളും ഉപയോഗിച്ച് വരുന്നത്. എന്നാൽ കൂടുതൽ ഹൈ കറണ്ടൊക്കെ വരുന്ന സർക്യൂട്ടിൽ ഇപ്പോഴും ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളും ഉണ്ട്. ഏത് തരത്തിലുള്ളതാണെങ്കിൽ പോലും നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്ററൈസ്ഡ് സർക്യൂട്ട് ഉണ്ടാവാം, IC ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. IC ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ICകൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളും അവൈലബിൾ ആണ്. ഇങ്ങനെ ഏത് തരത്തിലുള്ളതാണ് നമ്മൾ ഓഡിയോ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഇനി എന്തെന്ന് നോക്കാം. ഓഡിയോ സ്റ്റേജ് എങ്ങനെയാണ് ഒരു ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ റേഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ TVയിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് സ്റ്റേജിൽ ലൗഡ് സ്പീക്കർ ഉണ്ട് അല്ലേ? ലൗഡ് സ്പീക്കറിൻ്റെ ആ വയർ കണക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നാൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ, ആ ലൗഡ് സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസാണ്. അത് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഓഡിയോ ആംപ്ലിഫയർ കിട്ടിയാൽ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? പ്രീ ആംപ്ലിഫയർ, ഡ്രൈവർ സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ്. IC ആണെങ്കിൽ ഇതെല്ലാം അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത്
ഫോൾട്ട് ഫൈൻഡിങ് പ്രൊസീജിയർ ഏതൊരു റേഡിയോ അല്ലെങ്കിൽ ഒരു ടി വിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ചെയ്യേണ്ടത്, ഒരു കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരാമെന്ന് വിചാരിക്കുക. അപ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രൊസീജിയറിൽ ചെയ്യേണ്ടത് അവയെ വിഷ്വൽ ചെക്ക് ചെയ്യുക. അതായത് എന്താണ് വിഷ്വൽ ചെക്ക്. എന്തിനാണ് വിഷ്വൽ ചെക്ക് ചെയ്യണത്? ഒരാൾ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി സർവീസിങ്ങിനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു റേഡിയോയോ ടി വിയോ ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ അത് നിലത്ത് വീണതാവും, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറോട് ചോദിക്കണം, എന്താണ് ഇതിൽ ഫോൾട്ട്? നിലത്ത് വീണതാണോ അല്ലെങ്കിൽ വേറൊരാൾ റിപ്പയർ ചെയ്യപ്പെട്ട ഇതാണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിരിക്കണം? ചോദിക്കണം. അപ്പോൾ അവരുടെ ഒരു അവരിൽ നിന്ന് കിട്ടുന്ന റീഡിങ്ങും നമുക്ക് സർവീസിങ്ങിന് എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വിഷ്വൽ ചെക്ക്. ഒന്നാമത്തെ കേസ് നിങ്ങൾ വിഷ്വൽ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ചിലപ്പോൾ ഫ്യൂസ് ഉള്ള റേഡിയോ ആവാം. അപ്പോൾ ഫ്യൂസ് ബ്രോക്കൺ ആണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ ബേൺഡ് റെസിസ്റ്റേഴ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ അതേപോലെ വയർ ബ്രോക്കൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വയർ ബ്രോക്കൺ ഒക്കെ ആണെങ്കിൽ അത് ഏത് പർട്ടിക്കുലർ പോയിന്റ് എന്ന് കണ്ടെത്തി അതപ്പോൾ തന്നെ സോൾഡർ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട്, നമുക്ക് സർവീസിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വിക്കായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഏറ്റവും പെട്ടെന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് ചെയ്യാം എന്ന് പറയുന്നതാണ് എൻ്റെ പ്രത്യേകത കൂടി. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം വിഷ്വൽ ചെക്ക് ചെയ്തു. വിഷ്വൽ ചെക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വൽ ചെക്കിൽ നമ്മൾ വേറെ ഒരു ഫോൾട്ടും കണ്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ വേറെ ഫോൾട്ടുകൾ ഉണ്ടാവാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കുന്നു. ചെക്ക് പവർ സപ്ലൈ. പവർ സപ്ലൈ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ളതുണ്ടാവും, അല്ലെങ്കിൽ പുറമേ നിന്ന് അഡാപ്റ്റർ വിധത്തിൽ കൊടുത്തതായിരിക്കാം. അപ്പോൾ എന്തായിരിക്കണം? നമ്മൾ ഓൾറെഡി പവർ സപ്ലൈസ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ സർവീസിങ് പ്രൊസീജിയർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പവർ സപ്ലൈ ടെർമിനൽസിന് ഔട്ട്പുട്ട് ടെർമിനൽസ് മെഷർ ചെയ്ത് നോക്കുക. ഒരു റേഡിയോയ്ക്ക് സാധാരണ 6 വോൾട്ട് അല്ലെങ്കിൽ 4.5 വോൾട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അത്തരത്തിലുള്ള വോൾട്ടേജ് അതിനുണ്ടോ എന്ന് പരിശോധിക്കുക. ഓക്കെ. ആ പവർ സപ്ലൈ ഓക്കെ അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രസൻസ് ഉണ്ടെന്നില്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പവർ സപ്ലൈ ചെക്ക് ചെയ്യണം. പവർ സപ്ലൈയിലെ ഫോൾട്ട് കണ്ടെത്തിയാൽ തന്നെ ചിലപ്പോൾ മിക്കവാറും റേഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോൾട്ട് അതായിരിക്കും, പവർ സപ്ലൈ ഫെയിലർ ആയിരിക്കും. അപ്പോൾ പവർ സപ്ലൈ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആംപ്ലിഫയറിലോ റേഡിയോയിലോ ഒന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ. ഇനി ആ പവർ സപ്ലൈ ഇല്ല എങ്കിൽ പവർ സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പവർ സപ്ലൈ ഓക്കെ ആണ് എന്നിട്ടും റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി സർക്യൂട്ടിനെ സ്വിച്ച് ഓൺ ചെയ്യുക. റേഡിയോ അല്ലെങ്കിൽ ആംപ്ലിഫയറിനെ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലൈ കൊടുത്തിട്ട് ഓൺ ആക്കി നോക്കുക. ഓക്കെ. അതിനാണ് എന്ത് പറയുന്നത്? ചെക്ക്. രണ്ടാമത്തെ കേസ് പറയുകയാണ് ചെക്ക് പവർ സപ്ലൈ. പവർ സപ്ലൈ ചെക്ക് ചെയ്യുന്നു. പവർ സപ്ലൈയുടെ പ്രസൻസ് നോക്കുന്നു. പ്രസൻസ് ഉണ്ട് എന്നിട്ട് നമ്മുടെ റേഡിയോ അല്ലെങ്കിൽ ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ് വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ടത് സ്വിച്ച് ഓൺ ദി സർക്യൂട്ട്. സപ്ലൈ കൊടുത്ത് നോക്കുക. സ്വിച്ച് ഓൺ ദി സർക്യൂട്ട്. എന്നിട്ട് സിംറ്റം നോക്കുക. ഓക്കെ. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്? റേഡിയോയിലൊക്കെ സാധാരണ ഒട്ടും വർക്ക് ചെയ്തില്ല, ഡെഡ് സെറ്റ്. ഓക്കെ. അതിന് നമ്മൾ അങ്ങനെ പേര് കൊടുത്തു, ഡെഡ് സെറ്റ്. അല്ലെങ്കിൽ വോളിയം കുറവ്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ബാൻഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റേഷൻ കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? സിംറ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിംറ്റം നോക്കുക. നോർമലി ഉള്ള സിംറ്റം ഡെഡ് റിസീവർ അല്ലെങ്കിൽ ലോ വോളിയം എന്നൊക്കെ ആയിരിക്കും സാധാരണ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ശബ്ദം വല്ലാണ്ട് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആദ്യമേ തന്നെ അവരുടെ സിംറ്റം നോക്കുക. ആ സിംറ്റം തന്നെയാണോ ഇതിന് എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇത്രയും ഭാഗം വേണമെങ്കിൽ ഈ കസ്റ്റമറുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പറയണം, ഇനി നമുക്ക് സർക്യൂട്ടിലേക്കൊക്കെ പോവേണ്ടതാണെങ്കിൽ, ഡീപ്പായി ചെയ്യേണ്ട വർക്കുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? സിംറ്റം നോക്കുന്നു. ഡെഡാണ് അല്ലെങ്കിൽ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സിംറ്റമാണ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പ്രോബബിൾ ഫോൾട്ടി സ്റ്റേജസ് ആണ് കണ്ടെത്തേണ്ടത്. നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? പ്രോബബിൾ ഫോൾട്ടി സ്റ്റേജസ്. പ്രോബബിൾ ഫോൾട്ട്. ഇതിന് അതായത് ഇപ്പോൾ ഡെഡ് ആണെങ്കിൽ എന്താണ് കാരണം? ഓക്കെ. ഡെഡ് എന്ന് പറയുന്ന സിംറ്റം ആണെങ്കിൽ അതിനെന്താണ് കാരണം? അത് ഏതെല്ലാം ഭാഗങ്ങളെ ബാധിക്കും എന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ പ്രോബബിൾ ഫോൾട്ടി സ്റ്റേജസ് നോർമലി എന്തൊക്കെയായിരിക്കും? ഒരു ഓഡിയോ ഇല്ലാത്ത കേസാണെങ്കിൽ ലൗഡ് സ്പീക്കർ ആവാം. ഓക്കെ. ഔട്ട്പുട്ട് സ്റ്റേജ് ആവാം. ഓക്കെ. നെക്സ്റ്റ് ഡ്രൈവർ ആവാം. ഓക്കെ. നെക്സ്റ്റ് പ്രീ ആംപ്ലിഫയർ ആവാം. പ്രീ ആംപ്ലി അല്ലേ. പിന്നെ വോളിയം കൺട്രോളിൻ്റെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയതോ എന്തെങ്കിലും ആവാം.
ഇതുപോലെയുള്ളവയിൽ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പ്രോബബിൾ ഫോൾട്ടി സ്റ്റേജസ്. അതായത് ഒരു സെക്ഷൻ്റെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രം പഠിച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഏരിയയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഭാഗത്തിൻ്റെ എവിടെയും ആകാം ഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് വോൾട്ടേജ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഈ വോൾട്ടേജ് മെഷർമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി പറയണം. അതായത് നമുക്ക് ഒരു റേഡിയോ സർവീസ് ചെയ്യാൻ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സ്പേർട്ട് ടെക്നീഷ്യൻ ഷോർട്ടസ്റ്റ് മെത്തേഡ് അങ്ങേർക്ക് ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ മതിയാവും, ഇന്ന ഭാഗമാണ്, ഇന്ന കോമ്പണൻ്റ് ആണ്, പർട്ടിക്കുലർ കോമ്പണൻ്റ്, പർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞ് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യും. അതിനായിട്ടില്ല നമ്മൾ ട്രെയിനീസാണ്. അപ്പോൾ നമുക്ക് ട്രെയിനീസ് എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഫോളോ ചെയ്തോളൂ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പ്രീ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ കളക്ടറിൽ എത്ര വോൾട്ടേജ് വരും, ബേസിൽ എത്ര വോൾട്ടേജ് വരും, എമിറ്ററിൽ എത്ര വരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു മെത്തേഡ്, ആ വോൾട്ടേജ് ടിപ്പിക്കൽ വോൾട്ടേജസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആ പഠിച്ചത് റെഫർ ചെയ്യണം. ആ പഠിച്ച് റെഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു റേഡിയോയെ എടുത്ത് എന്ത് ചെയ്യണം? ലൗഡ് സ്പീക്കർ ചെക്ക് ചെയ്യണത് നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വോൾട്ടേജ് മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഇനി നെക്സ്റ്റ് വോൾട്ടേജ് മെഷർമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വോൾട്ടേജ് മെഷർമെൻറ്റിന് ഒരു ടാബുലർ കോളം നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ പേര് കൊടുക്കുക, കളക്ടർ, ബേസ്, എമിറ്റർ എന്നിങ്ങനെ വോൾട്ടേജ് കൊടുക്കുക. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ പേര്, അതായത് ഔട്ട്പുട്ട് സ്റ്റേജ് തുടങ്ങിക്കോട്ടെ, ഔട്ട്പുട്ട് സ്റ്റേജ് ട്രാൻസിസ്റ്ററിൻ്റെ വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേജ് നമ്മുടെ കോംപ്ലിമെൻ്ററി സിമെട്രി ആണെങ്കിൽ, ഒരു NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ആ NPNൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. NPNൻ്റെ കളക്ടറിൽ എത്രയാണ്, ബേസിൽ എത്രയാണ്, എമിറ്ററിൽ എത്രയാണ്. PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ കളക്ടറിൽ ബേസിൽ എത്രയാണ്, എമിറ്ററിൽ എത്രയാണ് നമുക്കറിയാം. അപ്പോൾ ഈ വോൾട്ടേജ് നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ ഈ സ്റ്റേജിൻ്റെ പ്രശ്നമില്ല, ഔട്ട്പുട്ട് സ്റ്റേജിന് പ്രശ്നമില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ സ്റ്റേജ് ഓക്കെയാണ്. ഇനി നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ തൊട്ട് മുമ്പ് സ്റ്റേജ് ആയിട്ടുള്ള നമ്മൾ ബാക്കിൽ നിന്നാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരണം. അപ്പോൾ ഡ്രൈവർ ട്രാൻസിസ്റ്റർ എടുക്കുക, ഡ്രൈവർ സ്റ്റേജ് എടുക്കുക. ഡ്രൈവർ സ്റ്റേജിൽ ഇതേപോലെ കളക്ടർ, ബേസ്, എമിറ്റർ വോൾട്ടേജ് എടുക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കളക്ടർ വോൾട്ടേജിന് നമുക്കിവിടെ 0 വോൾട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണ്. 0 വോൾട്ടേജ് വന്നു. ബേസിൽ ആക്ച്വലി ഒരു 1 വോൾട്ട് വന്നു. ഇവിടെ നമുക്കൊരു 0.8 വോൾട്ടോ അല്ലെങ്കിൽ 0.6 വോൾട്ടൊക്കെ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ വോൾട്ടേജ് വേരിയേഷൻ വന്നിട്ടുണ്ടല്ലോ. ഈ വോൾട്ടേജ് വേരിയേഷനിൽ കളക്ടറിലാണ് വോൾട്ടേജ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കളക്ടർ സർക്യൂട്ട് ട്രേസ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? പ്രോബബിൾ ഫോൾട്ട് ഫോർ നോട്ട് ഗെറ്റിംഗ് കറക്റ്റ് വോൾട്ടേജ് എന്നാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോബബിൾ ഫോൾട്ട് ഫോർ നോട്ട് ഗെറ്റിംഗ്, കളക്ടറാണ് നമ്മൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചത്. കളക്ടറിലാണ് 0 വോൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കളക്ടർ എവിടെ നിന്നാണ് വരുന്നത്? കളക്ടർ ഡ്രൈവർ ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ ആ ഡ്രൈവർ സ്റ്റേജിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറുമായിട്ട് വരുന്ന സപ്ലൈ പോയിന്റ് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ കളക്ടറിൽ 0 വോൾട്ടേജ് വരുന്നതിനുള്ള കാരണം ചിലപ്പോൾ ഡ്രൈവർ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ഓപ്പൺ ആയതാവാം. ഓക്കെ, പ്രൈമറി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ സപ്ലൈ വരുമോ? ഇല്ല. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിക്ക് എന്താണ് പ്രശ്നം ഉണ്ടായത്? ചിലപ്പോൾ പ്രിൻറ്റിലേക്ക് സോൾഡർ ചെയ്ത് പോയതാവാം. അപ്പോൾ എന്ത് ചെയ്യണം? ആ സോൾഡറിങ് കണക്ഷൻ ഓക്കെ ആക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് വോൾട്ടേജ് മെഷർമെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് ഓർ കണ്ടിന്യൂറ്റി ചെക്കാണ്. റെസിസ്റ്റൻസ് ഓർ കണ്ടിന്യൂറ്റി ചെക്ക്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ട്രേസ്ഡ് ദി സർക്യൂട്ട്. ട്രേസ് ദി സർക്യൂട്ട് ഏത് സർക്യൂട്ടാണ്? ഈ കളക്ടർ സർക്യൂട്ട് ട്രേസ് ചെയ്യുക. ഓക്കെ, കളക്ടർ സർക്യൂട്ട് ട്രേസ് ചെയ്യുമ്പോൾ കളക്ടറിലെ 0 വോൾട്ടിന് കാരണമായുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ വഴി നോക്കുമ്പോൾ റെസിസ്റ്റൻസ് അത് മൾട്ടിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ചിലിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ കോമ്പണൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എവിടേക്ക് എത്താൻ പറ്റും? ആക്ച്വൽ ഫോൾട്ടിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ട്രേസിങ് കഴിഞ്ഞു, അങ്ങനെ നമുക്ക് ആക്ച്വൽ ഫോൾട്ടിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണം? കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ എന്താ ചെയ്യേണ്ടുള്ളൂ? ഈ കോമ്പണൻറ്റ് ഇപ്പോൾ കളക്ടർ ഡ്രൈവർ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ഓപ്പൺ ആണെന്ന് ഒരു എക്സാമ്പിൾ കിട്ടുകയെന്ന് വിചാരിച്ചു. ആ ഡ്രൈവർ ട്രാൻസ്ഫോമറിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റീപ്ലേസ് ചെയ്യേണ്ടി വരും. പുതിയത് ഒരെണ്ണം വാങ്ങിയിട്ട് ഇട്ട് നോക്കിയാൽ ഈ സെറ്റ് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടി. റേഡിയോ ഈസ് അല്ലെങ്കിൽ ഓഡിയോ ആംപ്ലിഫയർ ഈസ് വർക്കിംഗ് എന്ന് കണ്ടെത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രൊസീജിയറിൽ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്നു, ഇത് ഞാൻ ഏത് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്? ബൈ വോൾട്ടേജ് മെഷർമെൻറ്റ് മെത്തേഡിലാണ് ഞാൻ ഈ സർവീസ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിൽ നമുക്ക് മറ്റ് മെത്തേഡുകളുണ്ട്. ഏതൊക്കെയുണ്ട്?
കറണ്ട് മെഷർമെൻ്റ് ഉണ്ട്, റെസിസ്റ്റൻസ് മെഷർമെൻ്റ് ഉണ്ട്, ബൈ സിഗ്നൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്. കമ്പനികളിലെല്ലാം പ്രൊഡക്ഷൻ യൂണിറ്റുകളെല്ലാം സിഗ്നൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സാണ് യൂസ് ചെയ്യുക. കാരണം അവിടെ ലോട്ട് ഓഫ് ഇക്വിപ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ഇക്വിപ്മെൻറ്റ്സ് ഉണ്ടാവില്ല. ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മൾട്ടിമീറ്ററും ഒരു ട്യൂസറും അതേപോലെ ഒരു സോൾഡറിങ് അയണും കൊണ്ട് മാത്രം സർവീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായുള്ള മാർഗം വോൾട്ടേജ് മെഷർമെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ വോൾട്ടേജിനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ ഉണ്ടായാൽ മാത്രം മതി. ആ വോൾട്ടേജ് എന്തുകൊണ്ടാണ് അവിടെ വരാത്തത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ കറൻറ്റിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ റെസിസ്റ്റൻസൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റേഡിയോ അല്ലെങ്കിൽ ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ് നമുക്ക് സർവീസ് ചെയ്യാം. അപ്പോൾ ഡെഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ടത്? ലൗഡ് സ്പീക്കർ വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോബബിൾ ഫോൾട്ടി സ്റ്റേജിൽ ഒന്നാമത്തെ ലൗഡ് സ്പീക്കർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ലൗഡ് സ്പീക്കർ നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ ലൗഡ് സ്പീക്കർ ചെക്ക് ചെയ്യാൻ പറ്റും? ലൗഡ് സ്പീക്കറിൻ്റെ ടെർമിനൽസിന് നമുക്ക് ഒരു എൻഡിൽ മൾട്ടിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ചിലിട്ട് ഒന്ന് ജസ്റ്റ് ടച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ലൗഡ് സ്പീക്കർ ഓക്കെ. അപ്പോൾ ലൗഡ് സ്പീക്കർ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പവർ സപ്ലൈ ആവശ്യമില്ല ലൗഡ് സ്പീക്കർ ചെക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് സ്റ്റേജ് നോക്കിയാൽ മതി. അപ്പോൾ ഡെഡ് റിസീവറിന് ലൗഡ് സ്പീക്കർ ആവാം, വോളിയം കൺട്രോളിൻ്റെ ഫോൾട്ട് ആവാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേജ് ആവാം, ഡ്രൈവർ സ്റ്റേജ് ആവാം, പ്രീ ആംപ്ലിഫയർ സ്റ്റേജിലെ ഏതും ആവാം ഫോൾട്ട്. അപ്പോൾ ഏതാണോ പർട്ടിക്കുലർ സ്റ്റേജിൽ ഫോൾട്ട് എന്ന് കണ്ടെത്തണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ട്രാൻസിസ്റ്ററൈസ്ഡ് റേഡിയോ ഉപയോഗിക്കുന്നിടത്താണ്. IC ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ICയുടെ പിൻ വോൾട്ടേജ് മെഷർ ചെയ്ത് ഇതേപോലെ പർട്ടിക്കുലർ പോയിന്റ് ട്രേസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു റേഡിയോ അല്ലെങ്കിൽ റേഡിയോയുടെ ഓഡിയോ സെക്ഷൻ എന്ന് പറയുന്ന ഭാഗം സർവീസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ എങ്ങനെയാണ് ഒരു മോഡൽ എടുത്തിട്ട് എങ്ങനെ സർവീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഓക്കെ, ബൈ.